ദീർഘകാല കോവിഡ് ബാധിച്ചവരുടെ ഹൃദയമിടിപ്പിൽ വ്യതിയാനം നേരിടുന്നുവെന്ന് പഠനം. സ്വീഡനിലെ കാരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. പോസ്ചറൽ ഓർത്തോസ്റ്റാറ്റിക് ടാക്കികാർഡിയ സിൻഡ്രോം എന്നാണ് ഈ അസാധാരണ രോഗം അറിയപ്പെടുന്നത്. കോവിഡ് ഉള്ള രോഗികളിൽ 1/3 പേരിലും POTS സംഭവിക്കുന്നുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തി. മധ്യവയസ്കരായ സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ ഇത് കൂടുതലായി കാണപ്പെടുന്നതെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഈ വൈകല്യം നേരിടുന്ന രോഗികൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ഹൃദയമിടിപ്പ് അസാധാരണമായി കൂടുന്നത്. ഈ വൈകല്യം ബാധിച്ച ആളുകൾക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് പഠനം തെളിയിച്ചു. വിശ്രമത്തിലും അധ്വാനത്തിലും അവരുടെ ഹൃദയം സാധാരണയേക്കാൾ വേഗത്തിൽ മിടിക്കുന്നു. രോഗികൾക്ക് ക്ഷീണവും ജോലികളിൽ ഏർപ്പെടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും പഠനത്തിൽ കണ്ടെത്തി. ദീർഘകാല കോവിഡ് ബാധിച്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 467 രോഗികളിലാണ് പഠനം നടത്തിയത്. ദീർഘകാല കോവിഡ് ഉണ്ടാകുന്നതിന് മുൻപ് അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് ഗവേഷകർ പറയുന്നു. പങ്കെടുത്തവരിൽ 31% പേർക്ക് POTS സ്ഥിരീകരിച്ചു. രോഗനിർണയമുള്ള രോഗികൾക്ക് ഹൃദയമിടിപ്പ് ഗണ്യമായി ഉയർന്നതായും അവരിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതലാണെന്നും പഠനത്തിൽ ഗവേഷകർ കണ്ടെത്തി. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.